വിശ്വാസം ഉണ്ടെങ്കിൽ എന്നെ സംരക്ഷിക്കട്ടെ. എന്നെ വിശ്വാസം ഇല്ല, എൻ്റെ പറ്റിൽ ആരോപണം ഉണ്ടെങ്കിൽ എന്നെ അന്വേഷിക്കട്ടെ. ഞാനൊരു തുറന്ന പുസ്തകമാണ്, എനിക്ക് അതിനകത്ത് ഭയമില്ല. അനുകൂലം ആയിരിക്കും. അതിനകത്ത് ചോദിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം അതിനകത്ത് രണ്ട് കാര്യങ്ങളെ ചോദിച്ചിട്ടുള്ളൂ. അത് ഉപകരണം എന്തുകൊണ്ടാണ് ഉണ്ടായിട്ടും ചെയ്യാത്തത്. അത് ഉപകരണം എൻ്റേതല്ല, അത് ഞാൻ നേരത്തെ നിങ്ങളുമായിട്ട് പങ്കുവെച്ചതാണ്. അത് ഡോക്ടർ സാജുവിൻ്റെ മൊഴിയുമുണ്ട് അതിനകത്ത്. നമുക്കതൊന്നുമില്ല. അപ്പോൾ അത് അവിടെ അത് ഉപകരണം, ആ സാധനം അദ്ദേഹത്തിൻ്റെതാണ് എന്നൊരു അതിൻ്റെ ആ വിശദീകരണം എനിക്ക് എഴുതി കൊടുത്താൽ അത് തീർന്നു. പിന്നെ ചട്ടലംഘനമുണ്ട്. അത് ഞാനൊരു അത് വളരെ സമ്മർദ്ദമായതിൻ്റെ പേരിൽ പെട്ടെന്ന് ചെയ്തു പോയൊരു ഇതായിപ്പോയി. അത് ഞാൻ അപ്പോളജി ചോദിച്ചുകൊണ്ട് ഒരു ലെറ്റർ, അത്രയേ ഉള്ളൂ. ഇതിൽ സാർ ഉന്നയിച്ചത് വളരെ പ്രധാനപ്പെട്ട ജനങ്ങളുടെ ഒരു പ്രശ്നമാണ്. പക്ഷെ അത് പിന്നീട് സാറിൻ്റെ ഒരു ക്രെഡിബിലിറ്റി തകർക്കുന്ന രീതിയിലേക്ക് ഉപകരണം കാണാനില്ല എന്ന വിഷയത്തിലേക്ക് ചുരുക്കി കൊണ്ടുവന്നത് ആരാണ്? ഇല്ല, അങ്ങനെ ക്രെഡിബിലിറ്റി ഒന്നും പോയിട്ടൊന്നുമില്ല. അതിനകത്ത് പിന്നെ ചില അങ്ങോട്ട് തെറ്റിദ്ധാരണകൾ വരാമല്ലോ. നമ്മളിപ്പോൾ ആർഗ്യുമെൻ്റ് അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യുമെൻ്റ് വരും. പക്ഷേ അവസാനം കാര്യങ്ങളെല്ലാം പരിഹരിച്ച് പരിഹരിച്ചാൽ മതി. എനിക്ക് എൻ്റെ ക്രെഡിബിലിറ്റി പോയാലും ഞാനിപ്പം ഇല്ലാതായപ്പോലും എനിക്ക് ഇഷ്ടമുള്ള കാര്യമില്ല. കാരണം നമ്മൾ അങ്ങനല്ല, നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ചിരുന്നു, അത് നമ്മൾ പറഞ്ഞു, അതെല്ലാം ചെയ്തിട്ടുണ്ടാവും. അതോടുകൂടി പരിഹരിച്ചു. ആ പ്രശ്നങ്ങളൊക്കെ ഭൂരിപക്ഷവും പരിഹരിച്ചു. ഇനി അത് ഉടനെ തന്നെ ബാക്കി പരിഹരിക്കാമെന്ന് പ്രിൻസിപ്പലും സൂപ്രണ്ടും പിന്നെ അവരെല്ലാം അവരെക്കാൾ ഉയർന്ന ഭരണതലത്തിലുള്ളവർ തന്നെ മിനിസ്റ്റർ ഓഫീസിൽ നിന്നും CM-ൻ്റെ ഓഫീസിൽ നിന്നും ഒക്കെ നമുക്ക് അറിയിപ്പ് കിട്ടിയതാണ്. അവർ വളരെ കാര്യമായിട്ട് പറഞ്ഞതാണ്, ഡോക്ടറൊന്നും വിഷമിക്കേണ്ട, ഡോക്ടർ ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങൾ സീരിയസ് ആണ്, ഞങ്ങൾക്ക് മനസ്സിലായി. അത് പിന്നെ എവിടെയാണ് അതിൻ്റെ അനാസ്ഥ വന്നതെന്ന് ഞങ്ങൾ പരിശോധിക്കും. നമ്മളത് കാര്യമായിട്ട് പരിശോധിച്ചത് പൂർണ്ണമായിട്ടും നന്നാക്കിയെടുക്കാം എന്നുള്ളതാണ്. സാറ് ഇത് കൃത്യമായി പറഞ്ഞു, അങ്ങനെ സഹകരിച്ചു പോകുന്ന ഒരാൾ. പക്ഷേ ഈ മുറി പരിശോധിക്കുമ്പോൾ KGMCT ഒക്കെ പറഞ്ഞത് അത് മര്യാദകേടായി പോയതാണ്. അങ്ങനെ താങ്കളുടെ സാന്നിധ്യം ആവശ്യമുണ്ടായിരുന്നു? ഈ സാറിന്റെ സാന്നിധ്യം ഇല്ലാതെ പിന്നീട് താക്കോലിട്ട് കൂട്ടിയ ഒരു പരിശോധനയൊക്കെ എന്തിനായിരുന്നു? അത് എന്താണ് സാറിന് തോന്നുന്നത്? ഡോക്ടറിനെ അറിയിച്ചിരുന്നു? അതറിയിച്ചിരുന്നില്ല. അത് ഞാൻ സുഖമില്ലാതെ കിടക്കുകയാണെന്നുള്ളത് ഞാൻ പ്രിൻസിപ്പലിനെ അറിയിച്ചിട്ടും പ്രിൻസിപ്പൽ അങ്ങനെ ഞാൻ അറിയിച്ചില്ല എന്ന് വെച്ചാൽ ഞാനന്ന് ഫോൺ എടുത്തിരുന്നില്ല. അതാണ്, ഫോൺ ഓഫ് ചെയ്ത് വയ്ക്കാൻ ഞാൻ സൈക്യാട്രിയിലാണ് അഡ്മിറ്റായത്. അപ്പോൾ സൈക്യാട്രി ഡോക്ടർ തന്നെ പറഞ്ഞു, ഒന്നും ആലോചിക്കണ്ട, നമ്മൾ സമാധാനമായിട്ട് കിടക്കുക, ഫോണ് അത് ഇതെല്ലാം ഓഫ് ചെയ്യും, വിസിറ്റേഴ്സ് കണ്ട. അപ്പോൾ അദ്ദേഹം ആ സമയത്ത് ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ വൈഫ് മാത്രമേ ഈ കഴിഞ്ഞ 4 ദിവസങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. വേറെ ഒരാളിനെ അവരകത്തൊക്കെ പെർമിറ്റ് ചെയ്യുകയൊന്നും ചെയ്യില്ല. ആകെ മിനിസ്റ്റർ വന്നപ്പോൾ തന്നെ എന്നോട് നേരത്തെ പെർമിഷൻ ചോദിച്ച് സൈക്കാട്രി ഡോക്ടറോടും പെർമിഷൻ ചോദിച്ചിട്ടാണ് മാറുന്നത്. ഡോക്ടർ എന്നെ പറയുന്നത് ചട്ടലംഘനം നടത്തിയിട്ടൊന്ന് ഡോക്ടറെ സമ്മതിക്കുകയാണ്. അപ്പോളജി പറഞ്ഞിട്ടുണ്ട്, അത് രേഖാപൂർവ്വം നൽകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടർ ഒരു സിസ്റ്റത്തെ പറ്റി പറഞ്ഞതിന് ശേഷം തൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ ചട്ടലംഘനം നടത്തിയിട്ടുണ്ട് സമ്മതിക്കുകയാണ്. തെറ്റ് ചെയ്തത് എനിക്ക് തെറ്റ് ചെയ്തെന്ന് സമ്മതിക്കാൻ ഒരു മടിയില്ല. തെറ്റ് ചെയ്തെങ്കിൽ തെറ്റെന്നും ശരി ചെയ്തെങ്കിൽ ശരിയെന്നും തന്നെ പറയും. ചട്ടലംഘനമുണ്ട്. കാര്യം പറയുകയും കഴിഞ്ഞ ദിവസങ്ങളിൽ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്ത ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ ഡോക്ടർ തന്നെ അത് ചട്ടലംഘനമാണെന്ന് ഈ ഘട്ടത്തിൽ പറയുകയാണോ, അല്ലെങ്കിൽ ഡോക്ടർ ഭാഗത്ത് നിന്ന് തെറ്റുപറ്റി സമ്മതിക്കുകയാണോ? ചട്ടലംഘനമാണ്. നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥരിങ്ങനെ മീഡിയയ്ക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ചട്ടലംഘനം. സാർ, ഇതിൽ ഇനി തുടർന്ന് അന്വേഷണം ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം, എന്താണ് സാറിന് തോന്നുന്നത്? ഇപ്പോൾ ഇത്രയും ദിവസം മാനസിക സമ്മർദ്ദം നേരിടുകയാണ്. അത് മാത്രമല്ല എൻ്റെ അപേക്ഷ. കാരണം ഈ കഴിഞ്ഞ ഒരാഴ്ച ഞാൻ ഇതുവരെ ഇത്രയും ദിവസം ലീവ് എടുത്തില്ലേ. എനിക്ക് ഒരു 2 വർഷങ്ങൾ എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ മാത്രമാണ് ഞാൻ ഇങ്ങനെ ലീവ് എടുത്തിട്ടുള്ളത്. അല്ലാതെ ഒരു പ്രാവശ്യം പോലും ഞാൻ തുടർച്ചയായിട്ട് ലീവ് എടുത്തിട്ടില്ല. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. ഇപ്പം ലീവ് എടുത്ത് ഇപ്പം ഇന്നും നാളെയും കൂടെ എനിക്ക് പോകണ്ട, അവധിയാണ്. പക്ഷെ എന്നാലും ഇന്നൊന്ന് പോകുമെന്ന് പറഞ്ഞാൽ ഒന്ന് പോയി ഹോസ്പിറ്റലിൽ പോകണം. അപ്പം അങ്ങനെ പോകുന്നത് കൊണ്ടാണ്. അപ്പം അങ്ങനെ ഇനി നമ്മൾ ഈ വിവാദങ്ങൾ നീട്ടി വലിച്ച് ഇത് കൂടുതൽ എന്നെ സമ്മർദ്ദത്തിലാക്കി. പിന്നെ എന്നെ മാത്രമല്ല, സംവിധാനത്തിന് മുഴുവൻ സമ്മർദ്ദത്തിലാണ്. കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് സമ്മർദ്ദം, പിന്നെ സർക്കാരിന് സമ്മർദ്ദം, പിന്നെ എല്ലാവർക്കും അമിതമായ സമ്മർദ്ദമാണ്. അത് പിന്നെ ജനങ്ങൾക്കും ഭയമായിരിക്കും ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരാൻ. അവിടെ എന്താണ് നടക്കുന്നത്, അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, അങ്ങോട്ട് പോകണ്ട എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രശ്നങ്ങൾ അവർക്കും തോന്നും. അപ്പോൾ ഇത് കഴിയുന്നതും വേഗത്തിൽ ഈ പ്രശ്നങ്ങൾ നമ്മൾ സെറ്റിൽ ചെയ്ത് ഇത് വലിച്ചു നീട്ടാതെ എങ്ങനെങ്കിലും പോകുന്നതാണ് എനിക്ക് നല്ലത്. സാർ, ഈ ചികിത്സയിലിരിക്കെ ആരോഗ്യമന്ത്രി സാറിനെ വന്ന് സന്ദർശിച്ചു, എന്താണ് അവർ പറഞ്ഞത്? മാഡം വളരെ നമ്മൾ സമാധാനിപ്പിക്കുമായിരുന്നു. മാഡം മാത്രമല്ല, DME ആശുപത്രിയിൽ വന്നു, മാഡവും DMEയും വന്നു കണ്ടു.
അവർ വളരെ നമ്മൾ സമാധാനിപ്പിച്ചു. മാഡം കുറേ സമയം ഇരുന്നു. ഞാനും ആയിട്ട് സംസാരിച്ചു, എൻ്റെ വൈഫായിട്ട് സംസാരിച്ചു, വളരെ കുടുംബകാര്യങ്ങളെല്ലാം ചോദിച്ചു. നല്ല സന്തോഷമായിട്ടാണ് ഈ സമാധാനിപ്പിച്ചു എന്ന് പറയുന്നത് താങ്കളുടെ ഭാഗത്ത് വീഴ്ചയില്ല എന്നാണോ മന്ത്രി പറയുന്നത്, അല്ലെങ്കിൽ അവർക്ക് തെറ്റുപറ്റിയത് എന്താണ് സമാധാനിപ്പിക്കൽ? അല്ല, അങ്ങനൊന്നും ആ തലത്തിലൊന്നും നമുക്ക് ഞാൻ ചിന്തിച്ചിട്ടില്ല. നമ്മുടെ മുമ്പിൽ ഒരാൾ വന്ന് നമ്മളെ സമാധാനിപ്പിക്കുന്നു, നമ്മളെ നമ്മൾ സമാധാനമായിട്ട് കഴിയുന്നു. അങ്ങനെ നമ്മൾ സാറിന് എന്തെങ്കിലും ഒരു ഉറപ്പ് അവർ തന്നിട്ടുണ്ട്? ഇനി ഇതിൽ അവിടെ വെച്ച് ഇങ്ങനെയുള്ള ഒരു കാര്യം ചർച്ച ചെയ്തു. അവിടെ വെച്ച് നമ്മുടെ അസുഖങ്ങൾ ചോദിച്ചു, വീട്ടുകാര്യങ്ങൾ ചോദിച്ചു. അങ്ങനെ ഉള്ള വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം. അപ്പോൾ ഇനി സാർ ഇതിൽ തുടർ നടപടികളിലേക്ക് കടക്കില്ല എന്നൊരു പ്രതീക്ഷയിലാണ് ജോലിയിലേക്ക് തിരികെ പ്രവേശിക്കുന്നത്? എൻ്റെ സൈഡിൽ നിന്ന് ഞാനൊന്നുമില്ല. ഞാൻ ഇനിയും ഒരു മാധ്യമങ്ങൾക്കും ഒരു വാർത്തയും പങ്കുവയ്ക്കണം. ഞാനിപ്പോൾ ഇന്ന് കോൺട്രവേഴ്ഷ്യലായിട്ടൊന്നും പറയുന്നില്ല. ഞാൻ മാധ്യമങ്ങളെ കാണരുതെന്നാണ് പിന്നെ എനിക്ക് KGM സീറ്റ് ഞങ്ങളുടെ സംഘടനയുടെ നിർദ്ദേശം. അപ്പോൾ അത് പിന്നെ ഇത്രയും നിങ്ങളോട് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഇനിയും നിങ്ങൾക്ക് ഇതിനകത്തുള്ള കാര്യങ്ങൾ KGM സീറ്റ് ഞങ്ങളുടെ സംഘടനയായിട്ട് നിങ്ങൾ ചർച്ച ചെയ്തോളൂ. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഇനി ഇതിനകത്ത് ഇനിയും പ്രതികരണത്തിൻ്റെ ഇല്ല. ഈ നെഫ്രോസ്കോപ്പ് കേടായത് തകരാറ് പരിഹരിക്കാൻ അയച്ചതായിരുന്നു അല്ലേ കഴിഞ്ഞ ദിവസം? അതായത് ഈ സംശയം ഉണ്ടാക്കി? അത് സംശയമൊന്നുമില്ല. അത് നമ്മൾ നെഫ്രോസ്കോപ്പ് കേടാവും, നമ്മളത് പിന്നെ നമ്മൾ അതെങ്ങനെയെങ്കിലും റിപ്പയർ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ നോക്കും. എന്തെങ്കിലും സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മൾ ചെയ്യണ്ടേ. അത് നമ്മൾ കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ സോഴ്സ് വഴി നമുക്കിത് കറക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കറക്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇത് കളയാനുള്ള സാധനങ്ങളാണ്. അപ്പോൾ കളയാനുള്ള സാധനങ്ങൾ നമുക്ക് എന്തെങ്കിലും രീതിയിൽ അത് ഉപയോഗിക്കാൻ പറ്റുമെന്നെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പോൾ ചിലർ നമ്മളിങ്ങനെ ഇൻ്റർനെറ്റൊക്കെ നോക്കുമ്പോൾ കാണാം ഇതിനകത്ത് സർവീസിങ് എന്നൊക്കെ പറയും. അപ്പോൾ അവർക്ക് അയച്ചു, അപ്പോൾ അവരോട് വിളിക്കും അത് ചെയ്യാൻ പറ്റുമോ. അപ്പോൾ അവർ പറഞ്ഞ് അയച്ചു തരും. നമ്മൾ നോക്കിയിട്ട് പറയാം, നമ്മൾ അയച്ചു കൊടുക്കും. ഇങ്ങനെ പല സാധനങ്ങൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അയച്ചു കൊടുക്കാറുണ്ട്. ചിലതൊക്കെ അപൂർവമായിട്ട് അവർ റിപ്പയർ ചെയ്ത് തരും. പിന്നെ ചിലതൊക്കെ ഈ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് ഇങ്ങനെയൊക്കെയുള്ള എൻഡോസ്കോപ്പുകളൊക്കെ റിപ്പയർ ചെയ്ത് കിട്ടാൻ പാടാണ്. അതിന് ഒരുപാട് ചിലവും ആവും. അത് നോക്കിയിട്ട് അവർ തിരിച്ചയച്ചു തരാൻ പറ്റില്ല ഡോക്ടർ എന്ന് പറഞ്ഞു. അതായിരുന്നു അവിടെ കണ്ടത്, ഓഫീസിൽ കണ്ട ബോക്സിലുള്ളത് അതായിരുന്നു. അവിടെ അങ്ങനെ ഒരുപാട് പോയി ഇങ്ങനെ കൊണ്ടുവരുന്ന സാധനങ്ങളെല്ലാം അത് നമ്മളവിടെ റൂമിൽ വെച്ചേക്കാൻ പറ്റും. അവിടെ വേറെ നമുക്ക് സുരക്ഷിതമായിട്ട് വെക്കാൻ വേറെ സ്ഥലമില്ല. എൻ്റെ റൂം തന്നെയാണ് എല്ലാത്തിൻ്റെയും സ്റ്റോക്കും എല്ലാം, സാധനങ്ങളും ഓഫീസും എല്ലാം. ഒരു കൊച്ചു റൂമുണ്ട്. ആ റൂമിനകത്താണ് നമ്മളെല്ലാ സാധനങ്ങളും കൊണ്ട് വെക്കുന്നതും പിന്നെ ആവശ്യാനുസരണം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അവർ എടുത്തുകൊണ്ട് പോകുന്നതും ഒക്കെ അവിടെ നിന്നാണ്. അതങ്ങനെ വലിയ സെക്യൂരിറ്റി ഉള്ള റൂമൊന്നും അല്ല. നമുക്കത് പിന്നെ നമ്മൾ കോൺഫിഡൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യമുള്ള കുറച്ച് ഡിപ്പാർട്ട്മെൻറ്റ് രേഖകളൊക്കെ അത് വെച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ താക്കോല് കൊടുത്തിരിക്കുന്നവരും അതിനകത്തൊന്നും അത് ടാമ്പർ ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവരുടെ മാത്രം കൊടുത്തിരിക്കുന്നത്. അത് ഞാൻ പെട്ടി ഞാൻ കണ്ടതുപോലുമില്ല. ഞങ്ങളുടെ പോയില്ല. ഇന്നാണ് ഞാൻ ഇനി പോകുന്നത്. എന്താണ് പെട്ടി, എന്താണ് പെട്ടിക്കകത്തിരുന്നത്. അവിടെ പെട്ടികൾ, കടലാസ് പെട്ടികളെല്ലാം അവിടെ ഇഷ്ടംപോലെ കടലാസ് പെട്ടികൾ ഇങ്ങനെ കൊണ്ടുവരുന്ന പല കൊണ്ടുവരുന്ന സാധനങ്ങൾ, റിപ്പയർ ചെയ്ത് കൊണ്ടുവരുന്ന സാധനങ്ങൾ ഇത് അയക്കാൻ വേണ്ടി, വേറെ സാധനങ്ങൾ അയക്കാൻ വേണ്ടി ഈ പെട്ടിക്കകത്തൊക്കെ തന്നെയാണ് നമ്മൾ പാഴ്സൽ ഇത് കൊറിയർ വഴി അയച്ചു കൊടുക്കുന്നത്. ഇതൊരു സംശയത്തിൽ ഇങ്ങനെ നിർത്തുമ്പോൾ ഒരു പ്രാഥമികമായിട്ട് സാറിനോട് അന്വേഷിക്കാമായിരുന്നു. അത് എന്തുകൊണ്ടാണ് ഈ ബോക്സ് അവിടെ വന്നതെന്ന് അന്വേഷിക്കാമായിരുന്നു എന്ന് തോന്നുന്നു. അറിയില്ല. ഈ ഒരു വാർത്താ സമ്മേളനം നടത്തുന്നതിന് മുമ്പ് അതൊന്നും ഞാൻ ഇനി അതിനെപ്പറ്റി ഒരു അഭിപ്രായത്തിനില്ല. ഇനി നമുക്ക് KGM CTA സെക്രട്ടറി ആയിട്ട് നമ്മളത് ചോദിച്ചു. ഞാനതിലോട്ട് ആ വിവാദത്തിലേക്ക് കടക്കുന്നില്ല. പ്രതികരണമാണ് കേട്ടത്. അദ്ദേഹം മാനസികമായി വലിയ വെല്ലുവിളികൾ നേരിട്ടിരുന്നു. വിവാദങ്ങൾ തീർപ്പാക്കണം, വിവാദങ്ങൾ ഇനി വേണ്ട, അത് അവസാനിപ്പിക്കണം എന്നൊരു അഭ്യർത്ഥനയാണ് അദ്ദേഹം പങ്കുവച്ചത്.